നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതൊക്കെ നല്ലത് തന്നെ. ഇങ്ങനൊരു ബന്ധം അവർക്കിടയിൽ ഉണ്ടെങ്കിൽ അതങ്ങ് നടത്തി കൊടുക്കണം. ആദരയ്ക്ക് അർച്ചനയെ പോലെ നല്ലൊരു ജീവിതം ഉണ്ടാകുന്നെങ്കിൽ അതായിക്കോട്ടെ. പിന്നെ വാശി പിടിക്കുമ്പോ മകൾക്കും അനിയത്തിക്കും വേണ്ടി എത്ര സമ്പാദ്യം കൂടി കരുതി വെച്ചിട്ടുണ്ടെന്ന് ഓർക്കുന്നത് നല്ലതാ. കയ്യിലൊരു കീരവിത്തൂല്ല. വാശി തല പൊക്കുമ്പോ അതും കൂടി ഒന്ന് ആലോചിക്കുന്നത് നല്ലതാ. കടം വന്ന് മൂക്കിന്റെ തുമ്പത്ത് തന്നെ നിൽക്കുക. അവളായിട്ട് നല്ലൊരു ബന്ധം കൊണ്ടുവന്നപ്പോ അത് എങ്ങനെയെങ്കിലും നടത്തിയെടുത്ത് പടിയിറക്കി വിടുന്നതിന് പകരം പടിയടിച്ച് പിണ്ടം വെക്കാൻ പോവാന്ന്. ചിലപ്പോ സന്ദീപ് വഴിയാവും ഈ കുടുംബം രക്ഷപ്പെടാൻ പോകുന്നത്. ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ എനിക്കറിയാം. എന്റെ തീരുമാനങ്ങൾ ചോദ്യം ചെയ്യാൻ നീ വരണ്ട. നീ പറഞ്ഞത് ശരിയാ. സമ്പാദ്യമൊന്നും ഇവിടെ ഇല്ല. കാലി പോക്കറ്റാ എന്റെ. ഞാനൊരു ഗതിയില്ലാത്തവനായി പോയി. ഞാനേ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുന്നത് എന്റെ കുടുംബം പട്ടിണിയായി പോകാതിരിക്കാനാ. അങ്ങനെ മാനാഭിമാനം പണയം വെച്ച് ഞാൻ കൊണ്ടുവരുമ്പോ ഇത് എവിടെ നിന്നാണെന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? എന്തിന്? സ്വന്തം ഭാര്യയായി നീ ചോദിച്ചിട്ടുണ്ടോ ഒരു തവണയെങ്കിലും? പരാതി പറയാനും കുറ്റപ്പെടുത്താനും അല്ലാതെ സ്നേഹത്തോടെ ഒരു വാക്ക് നീ എന്നോട് പറഞ്ഞിട്ടുണ്ടോ? അച്ഛൻ ഇന്നാള് പറയുന്നത് കേട്ടു, എനിക്ക് വാശിയാണ്. അതെ, വാശിയാ. എന്റെ കുടുംബം പട്ടിണിയാകാതിരിക്കാനുള്ള വാശി, എല്ലാവരും സന്തോഷത്തോടെ കഴിയണമെന്നുള്ള വാശി. ആ വാശി ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും ആത്മഹത്യ ചെയ്യാതെ ഇരിക്കുന്നത്. തെണ്ടി ജീവിക്കുന്നതിനേക്കാൾ അന്തസ് ആത്മഹത്യയാണെന്ന് തോന്നിയപ്പോഴൊക്കെ ചത്തുകളയണമെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോഴൊക്കെ എന്നെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചിരുന്നത് നിങ്ങളുടെയൊക്കെ ഈ മുഖ. ഇങ്ങനെ ഒരു ഗതിയില്ലാത്തവന്റെ കൂടെ നീ ഇനി ജീവിക്കണമെന്നില്ല. ഈ ദാരിദ്ര്യത്തിന്റെ ഇടയില് നീ കഷ്ടപ്പെട്ട് നിൽക്കണമെന്നുമില്ല. നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോകണമെങ്കിലാവാം. ഇവിടെ ആരും നിന്നെ തടയില്ല. അതല്ലെങ്കിൽ മര്യാദയ്ക്ക് ഇവിടെ ജീവിച്ചോണം. അമ്മേ, അച്ഛാ, അവിടെ ആദരാന്റിയെ പൂട്ടിയിട്ടിരിക്കുന്നേ. ആദരാന്റി കരയാണല്ലോ. ഞാൻ ജനലിലൂടെ കണ്ടു. സമാധാനം ഇല്ല മോളെ ഇവിടെ. നീ വാ. ഇവിടെ വഴക്കൊഴിഞ്ഞിട്ട് നേരം ഉണ്ടാവില്ല. വൃന്ദാവനെന്ന പേര് മാറ്റി കലഹമൊന്നും ഇടുന്നതാവും നല്ലത്. ആദരയുടെ കാര്യത്തിൽ ഇനിയൊരു ചർച്ചയില്ല. ഞാൻ പറയുന്നത് അവൾ അനുസരിക്കും. അനുസരിപ്പിക്കാൻ എനിക്കറിയാം. അനുബേട്ട, അവൾ ഇനിയും തല്ലിയിട്ടോ വഴക്കു പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ഞാൻ ആദ്യം സന്ദീപിനോടൊന്ന് സംസാരിക്കട്ടെ. ഇനി നമ്മൾ കരുതുന്ന പോലെയൊന്നും അല്ലെങ്കിലോ, അതുവരെ നിങ്ങൾ ആദ്യം ഒന്ന് ക്ഷമിക്കണം. എടുത്തു ചാടിയൊന്നും ചെയ്യരുത്. ആരും അറിയാൻ ചെയ്യരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.